ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സെക്കൻഡ് മൊഡ്യൂൾ ഓട്ടോമൊബൈൽ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോൾ. ഇതിൻ്റെ പാർട്ട് 6 ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പൊല്യൂഷൻ കൺട്രോളിംഗ് മെത്തേഡ്സ്, അതിൽ തന്നെ ഫോർമേഷൻ ഓഫ് പൊല്യൂട്ടൻസ് ഫോം ചെയ്യുന്നതിന് തടയുന്ന റെഡ്യൂസ് ചെയ്യുന്ന മെത്തേഡുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേപ്പർ റിക്കവറി സിസ്റ്റം ലേഔട്ട്, അഥവാ വാഹനത്തിൻ്റെ ടാങ്കിൽ നിന്ന് അല്ലെങ്കിൽ കാർബറേറ്ററിൻ്റെ ഫ്ലോട്ട് ചേമ്പറിൽ നിന്നൊക്കെ ഫ്യൂൽ വേപ്പറൈസ് ചെയ്ത് പോകുന്നത്, അത് ആ വേപ്പറൈസ് ആയി പോകുന്നത് പൊല്യൂഷനായി മാറുമ്പോൾ അത് മാത്രമല്ല, അത് നമുക്ക് ഫ്യൂൽ ലോസായിട്ടും നമുക്ക് ഇക്കണോമി ലോസ്, നമ്മൾ ഫ്യൂൽ വേപ്പറായി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മൈലേജ് ലോസ് ഉണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ തടയുന്ന ആ ഫ്യൂൽ വേപ്പർ തിരിച്ച് എൻജിനിലേക്ക് തന്നെ കൊടുക്കുന്ന വേപ്പർ റിക്കവറി സിസ്റ്റം, അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത്. അതിനുശേഷം നമ്മൾ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ, പ്രത്യേകിച്ച് ഡീസൽ എൻജിൻസിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന നൈട്രജൻ ഓക്സൈഡ് എമിഷൻസ് റെഡ്യൂസ് ചെയ്യാൻ. നൈട്രജൻ ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നത് വളരെ ഹൈ ടെമ്പറേച്ചർ, പീക്ക് ടെമ്പറേച്ചറുകളിലും അതുപോലെ തന്നെ ഓക്സിജൻ്റെ അബണ്ടൻസി ഉള്ള സമയത്തുമാണ്. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ എക്സോസ്റ്റ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ആൾറെഡി ബേൺഡ് ആയിട്ടുള്ള ഗ്യാസാണ്. അത് ഇനേർട്ട് ഗ്യാസായിട്ട് ആക്ട് ചെയ്യും. അത് നമ്മൾ ഒരു കൂളറിലൂടെ, EGR കൂളറിലൂടെ പാസ് ചെയ്ത് അതിനെ തണുപ്പിച്ച് എൻജിനിലേക്ക് കൺട്രോൾ ചെയ്ത് ഒരു വാൾവിലൂടെ, EGR വാൾവിലൂടെ കൺട്രോൾ ചെയ്ത് കൊടുക്കുന്ന മെത്തേഡാണ് EGR സിസ്റ്റം അല്ലെങ്കിൽ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ വർക്കിംഗ് ഡിസ്കസ് ചെയ്തു. ഇനി അതിൽ യൂസ് ചെയ്യുന്ന EGR വാൾവുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിന് ഫസ്റ്റ് ടൈപ്പ് കൺവെൻഷണൽ വാക്വം ഓപ്പറേറ്റഡ് EGR വാൾവ്, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വാക്വം ഓപ്പറേറ്റഡ് EGR വാൾവ്, അതിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ ആദ്യം നമുക്ക് നോക്കാം. നമ്മൾ EGR സിസ്റ്റം നേരത്തെ നിങ്ങൾ കണ്ട ലേഔട്ടിൽ എക്സോസ്റ്റ് മാനിഫോൾഡിൽ നിന്ന് വന്ന് EGR കൂളറിലൂടെ പാസ് ചെയ്ത് ആ ഒരു ഭാഗം നമ്മൾ ഒഴിവാക്കി. അവിടുന്ന് EGR കൂളറിൽ നിന്ന് വരുന്നത് നേരെ ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് വാൾവ് ത്രൂ ആണ് പോകുന്നത്. ആ ഒരു ഏരിയ, ആ വാൾവിൻ്റെ ഇൻടേക്ക് മാനിഫോൾഡിൻ്റെ ഭാഗമാണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ EGR വാൾവും ഇൻടേക്ക് മാനിഫോൾഡിൻ്റെ ചെറിയ പോർഷനും, അത്രയാണ് നമ്മളിതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ എക്സോസ്റ്റ് ഗ്യാസ് ഈ ഒരു പാസേജിലൂടെ വന്ന് നേരെ ഈ വാൾവിൻ്റെ ഇതിലൂടെ പാസ് ചെയ്ത് നേരെ ഇൻടേക്ക് മാനിഫോൾഡിലേക്ക്, അതിൽ കണക്ട് ചെയ്തുള്ള ഹോസ് അല്ലെങ്കിൽ പൈപ്പാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി ഇതിലുള്ള EGR വാൾവ് എന്ന് പറയുന്നത് ഇതാണ്. അതൊരു ടാപ്പേർഡ് വാൾവാണ് ഇതിലുള്ളത്. ആ വാൾവ് ടാപ്പേർഡ് എന്ന് പറഞ്ഞാൽ അടിഭാഗം ചെറുതായിട്ട് ചെരിഞ്ഞിട്ടുള്ള പോർഷനുള്ളതിനാണ് ടാപ്പേർഡ് എന്ന് പറയുക. ഇനി ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ ഈ ടാപ്പേർഡ് വാൾവിൻ്റെ കൂടെ ഒരു റോഡുണ്ട്, ഒരു ഡയഫ്രോ ഉണ്ട്. വാക്വം ഓപ്പറേഷൻ ആയതുകൊണ്ട് നമ്മൾ ഡയഫ്രോ ഉപയോഗിച്ചിട്ടാണ് ഈ വാൾവിനെ വാക്വത്തിൻ്റെ സഹായത്താൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി ആ ഡയഫ്രത്തെ കൺട്രോൾ ചെയ്യാനൊരു സ്പ്രിങ്ങും, അതുപോലെ അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള വാക്വം പ്രൊവൈഡ് ചെയ്യാൻ ഇൻടേക്ക് മാനിഫോൾഡിൻ്റെ ത്രോട്ടിൽ വാൾവിൻ്റെ തൊട്ട് മുകളിലേക്കായിട്ട് കണക്ട് ചെയ്തുള്ള രീതിയിൽ ഒരു കൺട്രോൾ വാൾവ് കൂടെ ഉണ്ടാവും. ഒരു ഹോസ് കൂടെ ഉണ്ടാവും. അത് ഈ ഡയഫ്രത്തിൻ്റെ മുകൾ ഭാഗത്തേക്കാണ്, ത്രോട്ടിൽ വാൾവിൻ്റെ തൊട്ട് മുകളിലേക്കായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഡയഫ്രത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് വാക്വം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ നമ്മളൊരു ഹോള്
ഒരു പൈപ്പ് അല്ലെങ്കിൽ ഒരു ഹോസ് കൊടുത്തിട്ട് അത് നേരെ നമ്മൾ പോർട്ട് ചെയ്യുന്നത് ത്രോട്ടിൽ വാൾവിൻ്റെ തൊട്ട് മുകളിലേക്കാണ്. അതിന് നമ്മൾ ആ പോർട്ടിന് നമ്മൾ കാലിബ്രേറ്റഡ് സിഗ്നൽ പോർട്ട് എന്ന് പറയാൻ കാരണം അത് നമ്മൾ കറക്റ്റ് നമുക്ക് ഈ ഡയഫ്രത്തിൻ്റെ അവിടേക്ക് വാക്യൂം കിട്ടാൻ കൺട്രോൾ ചെയ്ത രീതിയിൽ കൊടുത്തിട്ടുള്ള, കാലിബ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ കറക്റ്റ് അളവിൽ നമ്മളത് ആ വാക്യൂം ഉപയോഗിച്ചിട്ട് ഡയഫ്രത്തെ കറക്റ്റ് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ കാലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹോളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലൂടെയാണ് ഇൻടേക്ക് മാനിഫോൾഡ് വാക്യൂം ആ ഡയഫ്രത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിന് പുറമെ ഒരു തെർമൽ കൺട്രോൾ വാൾവും കൂടെ ഉണ്ട്. ആ തെർമൽ കൺട്രോൾ വാൾവ് എന്തിനാണെന്ന് വെച്ചാൽ വളരെ കോൾഡായിട്ട് എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആൾറെഡി പീക്ക് ടെമ്പറേച്ചർ ഉണ്ടാവില്ല. അപ്പോൾ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ്റെ ആവശ്യമില്ല, കാരണം NOx എമിഷൻ ഉണ്ടാവില്ല. NOx എമിഷൻ എപ്പോഴും പീക്ക് ടെമ്പറേച്ചറുള്ള സമയത്താണ്. അപ്പോൾ വെറുതെ നമ്മൾ എക്സോസ്റ്റ് ഗ്യാസിനെ എൻജിൻ്റെ അകത്തേക്ക് കൊടുത്ത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എൻജിൻ്റെ പെർഫോമൻസിനെ ബാധിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ തെർമൽ കൺട്രോൾ വാൾവ് ഉപയോഗിച്ചിട്ട് അത് കൂളിംഗ് സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ട് എൻജിൻ ടെമ്പറേച്ചർ കുറവാകുന്ന സമയത്ത് ഇതിലേക്ക് ആ വാക്യൂം ആക്ട് ചെയ്യാതിരിക്കാനാണ് തെർമൽ കൺട്രോൾ വാൾവ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് പറയാം. ഒരു EGR സിസ്റ്റം നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ എക്സോസ്റ്റ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ആൾറെഡി ബേൺഡ് ആയിട്ടുള്ള ഗ്യാസാണ്. അത് തിരിച്ച് എൻജിനിലേക്ക് തന്നെ കൊടുത്ത് എൻജിനകത്ത് പീക്ക് ടെമ്പറേച്ചറിൽ കുറച്ച്, അതുപോലെ ഓക്സിജൻ്റെ അബണ്ടൻസി റെഡ്യൂസ് ചെയ്ത് നൈട്രജൻ ഓക്സൈഡ്സിൻ്റെ ഫോർമേഷൻ റെഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആൾറെഡി EGR സിസ്റ്റം വർക്കിംഗ് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, ഐഡ്ലിങ് ഈ സമയത്ത് നമുക്ക് എക്സോസ്റ്റ് ഗ്യാസിനെ എഞ്ചിനകത്തേക്ക് റീസർക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഐഡ്ലിങ് സമയത്ത് ആൾറെഡി വളരെ കുറഞ്ഞ എമൗണ്ട് ഓഫ് എയർ ആണ് എഞ്ചിൻ്റെ അകത്തേക്ക് വരിക. അപ്പോൾ നമ്മൾ എക്സോസ്റ്റ് ഗ്യാസ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ റഫ് ഐഡ്ലിങ് ആവും. അപ്പോൾ ഐഡ്ലിങ് സമയത്ത് ആവശ്യമില്ല. പിന്നെ അതുമാതിരി ഫുൾ ത്രോട്ടിൽ ഓപ്പൺ ചെയ്ത സമയത്തും ഇഷ്ടംപോലെ ഓക്സിജൻ ഉണ്ടാവും. അത് മാത്രമല്ല എങ്കിലും എൻജിൻ്റെ വർക്കിംഗ് വളരെ ഫാസ്റ്റ് ആവും ചെയ്യും. ആ സമയത്ത് ഫുൾ പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ സമയത്തും നമ്മൾ എക്സോസ്റ്റ് ഗ്യാസിന് എൻജിനകത്തേക്ക് കൊടുക്കുന്നില്ല. പിന്നെ എപ്പോഴാണ് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ നോർമൽ സ്ലോ റണ്ണിങ് കണ്ടീഷനിൽ നിന്ന് വന്ന് ഇങ്ങനെ കൂടി ഏകദേശം ത്രോട്ടിൽ വാൾവ് ഒരു മാക്സിമം ആവുന്നതിന് കുറച്ച് മുന്നേ വരെ ആ സമയത്താണ് നമ്മൾ ഈ എക്സോസ്റ്റ് ഗ്യാസിനെ കൂടുതൽ എൻജിനകത്തേക്ക് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സിസ്റ്റത്തിൽ, ഈ കൺവെൻഷണൽ EGR വാൾവ് വെച്ച് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റത്തിൽ. അപ്പോൾ അതെങ്ങനെയാണ് കൺട്രോൾ ചെയ്ത് ഈ വാൾവ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഈ ഒരു വാൾവ് ഇവിടെ ഡയഫ്രം ഉണ്ട്, സ്പ്രിങ്ങും ഉണ്ട്, വാക്യൂം ഇതിലേക്ക് പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ എൻജിൻ സ്റ്റാർട്ട് ചെയ്തു, ഐഡ്ലിംഗ് ആണ്. ഐഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ത്രോട്ടിൽ വാൾവ് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ എൻജിൻ്റെ വാക്യൂം ഈ ഒരു പോർട്ടിലേക്ക്, അഥവാ നമ്മൾ ഈ ഡയഫ്രത്തിൻ്റെ പോർട്ടിലേക്ക് വാക്യൂം ആക്ട് ചെയ്യില്ല. എൻജിൻ ഐഡ്ലിംഗ് സമയത്ത് ത്രോട്ടിൽ വാൾവിൻ്റെ അതിലൂടെ എയർ എന്ത് ചെയ്യില്ല, എൻജിനകത്തേക്ക് വരില്ല. പകരം ഐഡിൽ ബൈപ്പാസ് പാസേജിലൂടെയാണ് എയർ എൻജിനകത്തേക്ക് വരിക. ആ സമയത്ത് എയറിൻ്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ത്രോട്ടിൽ വാൾവ് ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഈ ഒരു പോർട്ടിലേക്ക്, ഇവിടെ നമ്മൾ ഈ ഒരു വാക്യൂം പോർട്ട്, അഥവാ നമ്മൾ EGR വാൾവിൻ്റെ ഡയഫ്രത്തിലേക്ക് വാക്യൂം കൊടുക്കുന്ന പോർട്ട്, അവിടേക്ക് അത് നേരെ നമ്മൾ ത്രോട്ടിൽ വാൾവിന് മുകളിലായതുകൊണ്ട് അങ്ങോട്ട് വാക്യൂം ആക്ട് ചെയ്യില്ല.
അപ്പോൾ ഡയഫ്രം എന്ത് ചെയ്യില്ല, മേലോട്ട് പൊങ്ങൂല, ഇവിടെ നെഗറ്റീവ് പ്രഷർ ഉണ്ടാവില്ല. ഈ ഡയഫ്രം താഴെ പരമാവധി താഴെ ഉണ്ടാവുക സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് കൊണ്ട് ഈ വാൾവ് എന്തായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും. എക്സോസ്റ്റ് ഗ്യാസ് തിരിച്ച് ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് പോകില്ല. അപ്പോൾ ഐഡ്ലിങ്ങിന് നമ്മൾ അങ്ങനെ കൺട്രോൾ ചെയ്യുന്നു. ഇനി നമ്മൾ ആക്സിലറേറ്റർ കൂടുതൽ പ്രസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ത്രോട്ടിൽ വാൾവ് ഓപ്പൺ ചെയ്യുന്നു. കൂടുതൽ ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരികയാണ്. ആ സമയത്ത് എൻജിൻ്റെ ഇൻടേക്ക് മാനിഫോൾഡ് വാക്വം ഇതിലേക്ക് ആക്ട് ചെയ്യും. ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താണ്, എയറിൻ്റെ എമൗണ്ട് കൂടുതലുണ്ടാവും. നമ്മൾ എൻജിൻ നോർമൽ റണ്ണിങ് ടെമ്പറേച്ചറിൽ എത്തിയിട്ടുണ്ടാവും. ഫ്യൂവലിൻ്റെ എമൗണ്ട് അത്ര ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നൈട്രജനും ഓക്സിജൻ്റെ അളവ് കൂടുതലുണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ പൊല്യൂഷൻ, നോയ്സിൻ്റെ എമിഷൻ വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നേരെ ഇപ്പോൾ എന്താണ്, ത്രോട്ടിൽ വാൾവ് ഓപ്പൺ ചെയ്തു, കുറച്ച് ഓപ്പൺ ചെയ്തു, ഇങ്ങനെ സ്ലോ റണ്ണിങ് ഒരു 20 km/h 30 km/h ആ ഒരു സ്പീഡിലേക്ക് എത്തി. ആ സമയത്ത് ത്രോട്ടിൽ വാൾവ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരികയാണ്. അപ്പോൾ ഇൻടേക്ക് മാനിഫോൾഡ് വാക്വം പൈപ്പിലേക്ക് ആക്ട് ചെയ്തിട്ട് ഈ ജിആറിൻ്റെ ഡയഫ്രത്തിൻ്റെ മുകളിലേക്ക് നെഗറ്റീവ് പ്രഷർ അല്ലെങ്കിൽ വാക്വം ആക്ട് ചെയ്യും. അപ്പോൾ ഈ ഡയഫ്രം ഈ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്ത് മേലോട്ട് പോകും. അപ്പോൾ ഈ വാൾവ് എന്ത് ചെയ്യും, കുറച്ചിങ്ങനെ പൊങ്ങും. ഇതിങ്ങനെ കൂടുതൽ ത്രോട്ടിൽ വാൾവ് ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ച് വാക്വം ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെ കൂടി വരും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ത്രോട്ടിൽ വാൾവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാനിഫോൾഡ് വാക്വം ഈ ഹോളിലേക്ക് ആക്ട് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ഫുൾ ത്രോട്ടിൽ വാൾവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ പിന്നെ ഫുള്ളും എൻജിൻ്റെ അകത്തേക്ക് മാക്സിമം എയറും ഫ്യൂവലും വരികയാണ് ഫുൾ ത്രോട്ടിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്. ഒരു കുറച്ച് ഓപ്പൺ ചെയ്തത് മുതൽ ഒരു എന്താണ് ഏകദേശം 45-60 ഡിഗ്രി 75 ഡിഗ്രി ആ റേഞ്ചിൽ ഓപ്പൺ ചെയ്യുന്നത് വരെ ആയിരിക്കും ഇതിന് മാക്സിമം എന്താണ് വാക്വം ഇതിലേക്ക് ഈ പോർട്ടിലേക്ക് ഹോളിലേക്ക് കിട്ടുക. അഥവാ ചെറുതായിട്ട് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് കൂടുതൽ എൻജിൻ മാനിഫോൾഡ് വാക്വം പരമാവധി വാക്വം ഇങ്ങോട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ ആണ് ഇത് മാക്സിമം എന്ത് ചെയ്യുക, ഡയഫ്രം പൊങ്ങുക. അഥവാ ഒരു സ്ലോ സ്പീഡ് കണ്ടീഷൻ, നോർമൽ 20-30 km/h കണ്ടീഷൻ, ആ ഒരു സ്പീഡിൽ അപ്പോഴാണ് മാക്സിമം എയർ എൻജിൻ്റെ അകത്തേക്ക് വരിക. എന്താണ് കൂടുതൽ എയർ വരിക, പക്ഷെ എന്നാൽ അത്ര ഫ്യൂൽ ഉണ്ടാവില്ല. അപ്പോൾ എയറിൻ്റെ മാക്സിമം എയർ വരില്ല, പക്ഷേ എയർ ലീൻ മിക്സ്ചർ ആകും. അപ്പോൾ ലീൻ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എയർ കൂടുതലുണ്ടാകും, ഫ്യൂൽ കുറവായിരിക്കും. അപ്പോൾ നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും എമൗണ്ട് അതിൽ എൻജിൻ്റെ അകത്തുണ്ടാകും. എൻജിനാണെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ എത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഡീസൽ എൻജിനാകുമ്പോൾ പീക്ക് ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പോൾ അവിടെ നോക്സിൻ്റെ എമിഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കൂടുതൽ കാരണമുണ്ട്. അപ്പോൾ നമ്മൾ എക്സോസ്റ്റ് ഗ്യാസ് എൻജിൻ്റെ അകത്തേക്ക് നല്ലോണം കൊടുക്കും. അപ്പോൾ അതിൻ്റെ എന്താണ് ഓക്സിജൻ്റെ അബണ്ടൻസി കുറക്കും ചെയ്യും. മാത്രമല്ല ഇവിടെ ഈ റീസർക്കുലേറ്റ് ചെയ്തിട്ടുള്ള എക്സോസ്റ്റ് ഗ്യാസ് അത് ഇനേർട്ട് ഗ്യാസും അൺബേൺഡ് ഗ്യാസുകളാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ അത് പീക്ക് ടെമ്പറേച്ചറിനെ അതിലുള്ള ഹീറ്റിനെ കുറച്ച് അബ്സോർബ് ചെയ്തിട്ട് ആ ഹീറ്റ് നമ്മളൊരു കൂൾ ചെയ്തിട്ടാണല്ലോ തിരിച്ചു കൊടുക്കുന്നത്, എക്സോസ്റ്റ് റീസർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പീക്ക് ടെമ്പറേച്ചറിനെ റെഡ്യൂസ് ചെയ്തിട്ട് NOx എമിഷൻ കുറക്കും. ഇനി ഫുൾ ത്രോട്ടിൽ വാൾവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാക്സിമം എന്താണ് ഫുൾ എൻജിൻ്റെ വാക്വം കൂടുതൽ ആക്ട് ചെയ്യുക, നേരെ പുറത്തോട്ടാണ് എയർ ഫിൽറ്ററിൻ്റെ അടുക്കാണ്. അപ്പോൾ കൂടുതൽ എൻജിൻ്റെ അകത്ത് മാക്സിമം എയറും ഫ്യൂലും വരുന്ന സമയമാണ്. ഡീസൽ എൻജിൻസ് ആകുമ്പോൾ എയർ മാത്രമേ വരുള്ളൂ. ഡീസൽ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുകയാണല്ലോ ചെയ്യുക. അപ്പോൾ മാക്സിമം എയർ വരുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് അതിൽ മാക്സിമം പെർഫോമൻസ് എൻജിൻ്റെ മാക്സിമം പെർഫോമൻസ് കിട്ടണം. അപ്പോൾ നമ്മൾ മാക്സിമം ആക്സിലറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ 100 km/h അല്ലെങ്കിൽ 60-70 km/h മുകളിലേക്ക് വളരെ നമ്മൾ മാക്സിമം ത്രോട്ടിൽ വാൾവ് ഓപ്പൺ ചെയ്യുന്ന കണ്ടീഷൻ. മാക്സിമം നമ്മൾ ഒരു വണ്ടിനെ ഓവർടേക്ക് ചെയ്ത് വരും. അപ്പോൾ എഞ്ചിൻ്റെ RPM വളരെ ഹൈ ആക്കി നമ്മൾ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ മാക്സിമം ത്രോട്ടിൽ വാൾവ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ മാക്സിമം എയർ എഞ്ചിനകത്തേക്ക് വരണം. അപ്പോൾ നമ്മൾ എക്സോസ്റ്റ് ഗ്യാസ് അത്ര ഇങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മാക്സിമം ത്രോട്ടിൽ വാൾവ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്
മാക്സിമം വാക്യൂം ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുക, ഈ പോർട്ടിലേക്ക് ആക്ട് ചെയ്യുന്നത് കുറയും. അപ്പോൾ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേറ്റ് ചെയ്യുന്നത് കുറയും. കാരണം ഡയഫ്രത്തിൻ്റെ ഇവിടേക്ക് വാക്യൂം കുറയുമ്പോൾ ഡയഫ്രം താഴോട്ട് വരും, സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് കൊണ്ട് വാൾവും ഇങ്ങനെ ക്ലോസ്ഡ് ആവും. മാക്സിമം വാൾവും താഴോട്ട് വന്ന് ഇങ്ങനെ ക്ലോസ്ഡ് ആയിക്കൊണ്ടിരിക്കും. ത്രോട്ടിൽ വാൾവ് അത്ര ഓപ്പൺ ചെയ്യുന്നത് കൊണ്ട് നമ്മളിങ്ങനെ കുറക്കുകയാണ്, അത്ര ആക്സിലേറ്റർ ഇവിടെ നിന്ന് കുറച്ചിങ്ങനെ കാലെടുക്കുകയാണ്. അപ്പോൾ ഫ്യൂവലിൻ്റെ എമൗണ്ട് കുറയും, എയറിൻ്റെ എമൗണ്ട് അത്യാവശ്യം എന്നാലും ഉണ്ടാവും. അപ്പോൾ വീണ്ടും ലീൻ മിക്സ്ചർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും എക്സോസ്റ്റ് ഗ്യാസ് ഇങ്ങനെ തീക്ക് കൊടുക്കും. ഇങ്ങനെ നമ്മൾ ആ കറക്റ്റ് എമൗണ്ട് ഓഫ് കറക്റ്റ് സമയത്ത് നമ്മൾ എക്സോസ്റ്റ് ഗ്യാസിനെ കൊടുത്ത് ഈ നമ്മൾ NOx-ൻ്റെ പ്രൊഡക്ഷൻ കൂടുതലുള്ള സമയത്ത് അതിനെ പരമാവധി റെഡ്യൂസ് ചെയ്ത് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു കൺവെൻഷണൽ വാക്യൂം ഓപ്പറേറ്റഡ് EGR വാൾവിൻ്റെ വർക്കിംഗ്. വളരെ സിമ്പിളാണ്, ഞാൻ വിശദമായി പറഞ്ഞു എന്നുള്ളൂ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഐഡിലിംഗ് സമയത്ത് ഈ ത്രോട്ടിൽ വാൾവ് ക്ലോസ്ഡ് ആകുമ്പോൾ ഇതിലേക്ക് വാക്യൂം ആക്ട് ചെയ്യില്ല. അപ്പോൾ ഡയഫ്രം താഴെ ആയിരിക്കും, വാൾവ് ക്ലോസ്ഡ് ആവും. ഇതിലേക്ക് എക്സോസ്റ്റ് മാനിഫോൾഡിലേക്ക് നിന്ന് ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് എക്സോസ്റ്റ് ഗ്യാസ് വരില്ല. ഇനി കുറച്ച് ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ച് ത്രോട്ടിൽ വാൾവ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ച് മാക്സിമം വാക്യൂം ഇങ്ങോട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ സ്ലോ റണ്ണിങ് നോർമൽ റണ്ണിങ് കണ്ടീഷനിലൊക്കെ EGR വാൾവ് പരമാവധി ഓപ്പൺ ആവും. ഇനി ഫുൾ ത്രോട്ടിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മാനിഫോൾഡ് വാക്യൂം ഇങ്ങോട്ട് തല്ലാതെ ആക്ട് ചെയ്യില്ല. അപ്പോൾ കൂടുതൽ ആക്ട് ചെയ്യുക നേരെ മാനിഫോൾഡിൻ്റെ നേരെ കൂടുതൽ ഓപ്പൺ ചെയ്തിട്ടുള്ള ഈ ഒരു ത്രോട്ടിൽ ഫുൾ ഓപ്പൺ ആകുമ്പോൾ ത്രോട്ടിൽ വാൾവ് ഫുൾ ഓപ്പൺ ആവുന്ന സമയത്ത് മാക്സിമം വാക്യൂം ആക്ട് ചെയ്യുക, എയർ ക്ലീനറിൻ്റെ അവിടേക്കാണ് ഫുൾ എയർ എഞ്ചിൻ്റെ അകത്ത് പോകുക. അത്രയും ഫ്യൂലും നമ്മൾ ഇഞ്ചെക്ട് ചെയ്യും. നല്ല എഞ്ചിൻ പെർഫോമൻസ് മാക്സിമം കിട്ടേണ്ട സമയത്താണ്, മാക്സിമം ഹൈ ആക്സലറേഷൻ സമയം ആണ് നമ്മൾ ഫുൾ ത്രോട്ടിൽ ഓപ്പൺ ചെയ്യുന്ന സമയം. അപ്പോഴും കൂടുതൽ ഇങ്ങോട്ടാണ് എഞ്ചിൻ വാക്യൂം ആക്ട് ചെയ്യുക, ഈ പോർട്ടിലേക്ക് വല്ലാതെ ആക്ട് ചെയ്യില്ല. ആ സമയത്തും ഇവിടെ ഈ ഡയഫ്രത്തിൻ്റെ മുകളിലേക്ക് വാക്യൂം കുറവാകുമ്പോൾ ഡയഫ്രം താഴോട്ട് വന്ന് ഈ വാൾവ് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഐഡിലിങ്ങിലും സ്റ്റാർട്ടിങ്ങിലും ഫുൾ ത്രോട്ടിൽ സമയത്തും വാക്യൂം കുറവായിരിക്കും ഡയഫ്രത്തിന് മുകളിൽ, അപ്പോൾ വാൾവ് ക്ലോസ്ഡ് ആയിരിക്കും. ഇനി സ്ലോ റണ്ണിങ് കഴിഞ്ഞിങ്ങനെ നോർമൽ റണ്ണിങ് ആ ഒരു കണ്ടീഷനിലാണ് മാക്സിമം വാക്യൂം ഡയഫ്രത്തിൻ്റെ അവിടേക്ക് ആക്ട് ചെയ്ത് EGR മാക്സിമം ഓപ്പൺ ആയിട്ടുള്ള കണ്ടീഷൻ എക്സോസ്റ്റ് ഗ്യാസ് മാക്സിമം റീസർക്കുലേറ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു കൺവെൻഷണൽ EGR വാൾവിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇലക്ട്രോണിക് വാക്യൂം EGR സിസ്റ്റം. അപ്പോൾ ഇലക്ട്രോണിക് വാക്യൂം EGR സിസ്റ്റം എന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നില്ലെങ്കിൽ ഇലക്ട്രോണിക് EGR സിസ്റ്റം മുഴുവനായിട്ടും സോളിനോയിഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ വാക്യൂം സോളിനോയിഡ് രണ്ടും കൂടെ വെച്ചിട്ടുമാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. കൂടുതലും വാക്യൂം രണ്ടും കൂടി യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അഥവാ ഇവിടെ നമ്മൾ ഈ വാക്യൂത്തെ കൺട്രോൾ ചെയ്യാൻ ഇൻടേക്ക് മാനിഫോൾഡ് വാക്യൂം EGR വാൾവിൻ്റെ ഡയഫ്രത്തെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിനെ കൺട്രോൾ ആ വാക്യൂം നമ്മൾ ഒരു EGR കൺട്രോൾ സോളിനോയിഡ് ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്തിട്ട് ആ ഡയഫ്രത്തെ നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്ത് കറക്റ്റ് എക്സോസ്റ്റ് ഗ്യാസിനെ എൻജിൻ്റെ അകത്തേക്ക് തിരിച്ച് റീസർക്കുലേറ്റ് ചെയ്ത് മീറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ കറക്റ്റ് എമൗണ്ട് കറക്റ്റ് സമയത്ത് കറക്റ്റ് എമൗണ്ട് ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാൻ. അപ്പോൾ ഒരു കൂടുതലും കുറവൊന്നുമില്ല. കൺവെൻഷനിലാകുമ്പോൾ അവിടെ വാക്യൂത്തിന് മാത്രമാകുമ്പോൾ അവിടെ വാക്യൂം എൻജിൻ ത്രോട്ടിൽ വാൾവ് ഓപ്പണിംഗ് അനുസരിച്ചാണ് ഇതിലേക്ക് വാക്യൂം ആക്ട് ചെയ്യുക. എന്നാൽ ഇവിടെ ത്രോട്ടിൽ വാൾവ് ഓപ്പറേറ്റ് ചെയ്യുന്നതനുസരിച്ചല്ല, ഇവിടെ ECU അഥവാ എൻജിൻ കൺട്രോൾ യൂണിറ്റ്, ആ എൻജിൻ കൺട്രോൾ യൂണിറ്റ് നേരെ നമ്മൾ ഒരു സോളിനോയിഡിനെ അല്ലെങ്കിൽ ഒരു EGR കൺട്രോൾ സോളിനോയിഡിനെ വർക്ക് ചെയ്തിട്ട് ആ വാക്യൂത്തെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ, അഥവാ EGR വാൾവ് ഓപ്പറേറ്റ് ചെയ്യുന്ന വാക്യൂം, നമ്മൾ നേരത്തെ പറഞ്ഞ EGR ഓപ്പറേറ്റ് ചെയ്യുന്ന വാക്യൂം അതിനെ കൺട്രോൾ ചെയ്യാൻ. ആ വാക്യൂത്തെ കൺട്രോൾ ചെയ്യുമ്പോൾ ഡയഫ്രത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വാക്യൂത്തെ നമ്മൾ വെറും ത്രോട്ടിൽ വാൾവ് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ നേരത്തെ ഈ ഒരു സിസ്റ്റത്തിൽ കൺട്രോൾ ചെയ്തത്. വെറും ത്രോട്ടിൽ വാൾവിൻ്റെ ഓപ്പണിംഗ് അനുസരിച്ചാണ് ഈ ഡയഫ്രത്തിൻ്റെ അങ്ങോട്ടുള്ള വാക്യൂത്തെ കൺട്രോൾ ചെയ്തത്. അതിൻ്റെ കൂടെ ഒരു തെർമൽ കൺട്രോൾ വാൾവ് കൂടെ ഉണ്ട്. അത് നമ്മൾ പറഞ്ഞു
കോൾഡ് സ്റ്റാർട്ടിങ് സമയത്ത് ഇങ്ങോട്ട് വാക്വം ആക്ട് ചെയ്യാതിരിക്കാനും, ആ സമയത്ത് ടെമ്പറേച്ചർ കുറവായിരിക്കുമല്ലോ, കോൾഡ് സ്റ്റാർട്ടിങ്ങും കോൾഡായിട്ട് എൻജിൻ റൺ ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പോൾ ആൾറെഡി കോൾഡായിട്ട് റൺ ചെയ്യുന്ന സമയത്ത് നമ്മളെ നൈട്രജൻ ഓക്സൈഡ്സിൻ്റെ ഫോർമേഷൻ ഉണ്ടാവില്ല. അപ്പോൾ വെറുതെ ഈ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ എന്താണ് ഈ തെർമൽ കൺട്രോൾ വാൾവ് വെച്ചിട്ട് ഇത് ക്ലോസ്ഡ് ആയി ഇപ്പോൾ അങ്ങോട്ട് വാക്വം ആക്ട് ചെയ്യില്ല. അത് ഞാൻ വിശദമായി പറയാൻ വിട്ടുപോയതുകൊണ്ടാണ് ഒന്നുകൂടെ പറഞ്ഞത്. പിന്നെ ഇനി ഇതിൽ ഈ ഒരു സിസ്റ്റത്തിൽ എന്ന് പറയുന്നത് എൻജിൻ വാക്വം ഉണ്ട്. വാക്വത്തിൻ്റെ പുറമെ ആ വാക്വത്തെ നമ്മൾ ഈ ത്രോട്ടിൽ വാൾവ് ഉപയോഗിച്ചിട്ടല്ല കൺട്രോൾ ചെയ്യുന്നത്. പകരം ഇത് ഇവിടെ നിങ്ങൾ കണക്ഷൻ നോക്കിയാൽ തന്നെ അറിയാം. ഇവിടെ നമ്മൾ വാക്വത്തിനുള്ള പോർട്ട് എന്ന് പറഞ്ഞാൽ ത്രോട്ടിൽ വാൾവിൻ്റെ മുന്നേ തന്നെ കൊടുത്തിട്ടുണ്ട്, എൻജിൻ സൈഡിലേക്കാണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ത്രോട്ടിൽ വാൾവ് ക്ലോസ്ഡ് ആണെങ്കിലും ഇങ്ങോട്ട് വാക്വം ആക്ട് ചെയ്യും. നേരത്തെ പോലെയല്ല, വാക്വം എപ്പോഴും ഇങ്ങോട്ട് ആക്ട് ചെയ്യും. പക്ഷെ ഇവിടെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഈ വാക്വത്തെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ ഒരു പ്രത്യേകം സോളിനോയിഡ് ഉപയോഗിച്ചിട്ടാണ്. ആ സോളിനോയിഡ് വാൾവ് ഉപയോഗിച്ചിട്ടാണ്. അവിടെ ഒരു വാൾവ് ഉണ്ടാവും, സോളിനോയിഡ് വാൾവ്. ആ സോളിനോയിഡ് വാൾവ് വെച്ചിട്ട് നമ്മൾ ഈ വാക്വത്തെ കൺട്രോൾ ചെയ്യുന്നു. അതുവഴി നമ്മൾ ഈ GR വാൾവിനെ വാക്വം ഉപയോഗിച്ചിട്ട് ഈ ഡയഫ്രം ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യും. അപ്പോൾ നമ്മൾ കൂടുതൽ എഫക്റ്റീവായിട്ട് ഇവിടെ സോളിനോയിഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ECU എന്നുള്ള സിഗ്നൽ അനുസരിച്ചാണ്, ECU എന്നുള്ള കറണ്ട് കൊടുക്കുന്ന വോൾട്ടേജ് സിഗ്നൽ അനുസരിച്ചാണ് ആ സോളിനോയിഡ് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ വളരെ കറക്റ്റ് ടൈമിൽ നമ്മൾ ഡിഫറെൻറ്റ് സെൻസേഴ്സിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ട് അനുസരിച്ച് ECU, ഇപ്പോൾ നമ്മൾ കൂളൻ്റ് ടെമ്പറേച്ചർ സെൻസർ, അതുപോലെ ത്രോട്ടിൽ പൊസിഷൻ സെൻസർ, ത്രോട്ടിൽ വാൾവ് എത്ര ഓപ്പൺ ചെയ്തു എന്ന് മനസ്സിലാക്കാൻ ത്രോട്ടിൽ പൊസിഷൻ സെൻസർ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ എക്സോസ്റ്റ് മാനിഫോൾഡിലെ ഓക്സിജൻ കണ്ടൻറ്റ് മനസ്സിലാക്കി അതിനുള്ള ലാംഡ സെൻസർ അല്ലെങ്കിൽ ഓക്സിജൻ സെൻസർ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ. അപ്പോൾ ഈ ഡിഫറെൻറ്റ് സെൻസേഴ്സിൽ നിന്നുള്ള ഇൻപുട്ട് അനുസരിച്ച്, ഓരോ സെൻസറിൽ നിന്നുള്ള ഇൻപുട്ട് അനുസരിച്ച് കറക്റ്റ് എൻജിൻ്റെ ടെമ്പറേച്ചറും അതുപോലെ തന്നെ എൻജിനിലെ ഓക്സിജൻ്റെ കണ്ടൻറ്റൊക്കെ മനസ്സിലാക്കി നൈട്രജൻ ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നുള്ള സമയത്ത് മാത്രം നമ്മൾ ഈ ത്രോട്ടിൽ GR വാൾവിനെ ഓപ്പറേറ്റ് ചെയ്യാൻ ഈ സോളിനോയിഡിലേക്ക് കറണ്ട് കൊടുത്ത് GR വാൾവിനെ ഓപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സോസ്റ്റ് ഗ്യാസിനെ ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് റീസർക്കുലേറ്റ് ചെയ്യുക. അതാണ് ഈ ഇലക്ട്രോണിക് വാക്വം EGR സിസ്റ്റം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ കൺവെൻഷണൽ EGR വാക്വം EGR വാൾവിൻ്റെ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ECU ഒരു സോളിനോയിഡുമാണ് EGR വാൾവിനെ കൺട്രോൾ ചെയ്യുന്നത്. മറ്റേതിൽ വെറും വാക്വം മാത്രമാണ്. ഇതിൽ വാക്വത്തെയും കൂടി കൺട്രോൾ ചെയ്യുന്നു, വാക്വം ഉപയോഗിച്ചിട്ട് തന്നെയാണ് വാക്വത്തെ കൺട്രോൾ ചെയ്യുന്നത് ഈ സോളിനോയിഡാണ്. അപ്പോൾ ഒന്നുകൂടി ബെറ്ററായിട്ട് നമുക്ക് എക്സോസ്റ്റ് ഗ്യാസിനെ മീറ്റർ ചെയ്ത് എഞ്ചിനകത്തേക്ക് കൊടുക്കാൻ പറ്റും. ഇതോടെ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ക്ലോസ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എയർ ഇഞ്ചക്ഷൻ സിസ്റ്റത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്സ്.